എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുന്നത് ഈ പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 2025 വർഷം പലപ്പോഴായി നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. വാസ്തവം പറഞ്ഞാൽ ഒരു മനുഷ്യജീവിതമായാൽ പല നേട്ടങ്ങളും കോട്ടങ്ങളും നമ്മുടെ ജീവിത മാർഗ്ഗമധ്യേ തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ ഈ 2025 വർഷത്തിൽ, അതായത് ഈ ജനുവരി 28 മുതൽ നിങ്ങൾ ഈ 3 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ അനുജന്മ നക്ഷത്രക്കാരായ ആ മറ്റ് 12 നാളുകാർക്കും നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ അല്ലെങ്കിൽ 3 നിർണായക മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇതിൽ പ്രധാനമായിട്ടും എടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഈ ഫലപ്രവചനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, ഈ ഗ്രൂപ്പിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാരായിട്ടുള്ള പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2025 ഏപ്രിൽ മാസത്തിന് തൊട്ടു മുൻപ് വളരെ നിർണായകമായിട്ടുള്ള സമയങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത്. അത് കഴിഞ്ഞാൽ ജൂലൈ 18 ശേഷം വളരെ നിർണായകമായിട്ടുള്ള അവസരം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അതിനുശേഷം നവംബർ പകുതിക്ക് ശേഷം വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയം കൂടി നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഇവരുടെ ഈ അനുജന്മ നക്ഷത്രക്കാരായിട്ടുള്ള 12 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഇതിനോടൊപ്പം അവസാനം പറയുന്നതാണ്. ശരി. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാരായിട്ടുള്ള, അതായത് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരുടെ അധിപൻ ശനിയാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ശനി ഭഗവാന്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ അല്പം വൈകിയാലും ലഭിക്കാതിരിക്കില്ല. അതുമാത്രവുമല്ല, ഇവർ ജനിക്കുന്നത് ശനിദശയിലാണ്. ശനിദശ ഇവർക്ക് ഏകദേശം 10 വയസ്സ് വരെ നിലനിൽക്കും. ഈ പറഞ്ഞ ഈ 10 വയസ്സ് വരെ ചിലർക്ക് ശനിദശ ഒരനുഗ്രഹമായിട്ടായിരിക്കും മാറുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് രോഗങ്ങളും മറ്റു വ്യാധികളുമായിട്ട് പരിണമിക്കുന്ന ആ ഒരവസ്ഥയാണ് കാണാറുള്ളത്. എന്ന് വെച്ചാൽ ചൊറി, ചിരങ്ങ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന കരപ്പൻ പോലുള്ള അസ്വസ്ഥതകൾ ഈ പറഞ്ഞ 10 വയസ്സ് വരെ നീണ്ടു നിൽക്കും. എന്നാൽ അതിനുശേഷം നിങ്ങൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ വ്യാധികൾക്ക് ഒരു മരുന്നും ചെയ്തില്ലെങ്കിൽ പോലും അത് നിങ്ങളെ താനേ വിട്ടുപോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ 3 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ അനുജന്മ നക്ഷത്രക്കാരായ 12 പേർക്കും ഈ മാർച്ച് മാസത്തിലെ ശനിമാറ്റത്തോടു കൂടി പല സുപ്രധാന മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ടാണ് ഈ ഏപ്രിൽ മാസം മുതൽ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ 2025 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും എന്ന് ഏറ്റവും ആദ്യം തന്നെ എടുത്തു സൂചിപ്പിച്ചത്. പ്രത്യേകിച്ചും ഈ നക്ഷത്രനാഥൻ്റെ അപഹാരവും സഞ്ചാരവുമാണ് നിങ്ങൾക്ക് ഈ 2025 വർഷം വളരെയധികം നിർണായകമാകുന്നത്. അനുപാതം അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ദശയാണ് ജാതകവശാൽ നടക്കുന്നതെങ്കിൽ പോലും ശനി ഇവിടെ പരിപൂർണ ബലവാനാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം ഇതിൽ പറയാൻ പോകുന്ന 12, 3, 15 നക്ഷത്രക്കാർക്ക് ആദ്യം പറഞ്ഞതുപോലെ പലവിധ ശുഭമുഹൂർത്തങ്ങളും നിങ്ങളുടെ ഈ വർഷത്തിൽ ഉടനീളം നിങ്ങളുടെ ജീവിത മാർഗ്ഗമധ്യേ വന്നു ചേരുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം തന്നെ എടുത്ത് സൂചിപ്പിക്കാനുള്ളത്, ഈ നക്ഷത്രക്കാരുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരാൻ പോവുകയാണ്. അതായത് തൊഴിൽ മേഖല, സാമ്പത്തിക മേഖല, ഈ പറഞ്ഞ 2 പ്രധാന മേഖലകൾ സസൂക്ഷ്മം നമ്മളിവിടെ ആരൂഢം ചെയ്തപ്പോൾ നമുക്ക് ഗണിതത്തിൽ കിട്ടിയിരിക്കുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ, ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ പ്രവേശിക്കും എന്നതാണ് കാണുന്നത്. അത് സർക്കാർ ജോലിയാകാം, അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലിയാകാം. ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ വലിയ അളവിൽ ശമ്പളം ലഭിക്കുന്ന പ്രൈവറ്റ് ജോലിയോ ആകാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം വലിപ്പച്ചെറുപ്പം അതെല്ലാം നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് പറയാൻ കാരണം, ഈ വിദ്യാഭ്യാസം കുറഞ്ഞൊരു വ്യക്തിക്ക് ഏതായാലും ഉന്നത ശമ്പള സ്കെയിലിലുള്ള ജോലി ലഭിക്കില്ല. പക്ഷേ അവരവരുടെ ആ നിലയും വിലയും അനുസരിച്ചുള്ള ജോലി ഉറപ്പായിട്ടും ലഭിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒരു പക്ഷേ ഈ പറഞ്ഞ ഈ 3 നക്ഷത്രക്കാരിൽ വെച്ച് നിങ്ങൾക്ക് ഈ ദശാസന്ധി മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമ തടസ്സം മൂലമോ ഒരു വേള ജോലി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ പോലും നിങ്ങളുടെ ജീവിത പങ്കാളിക്കായിരിക്കും ഈ ജോലി ലഭിക്കുക. അതുവഴിയും നിങ്ങൾ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരം ഈ 2025 വർഷം ഉറപ്പായിട്ടും വന്നു ചേരും. ഇതിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു ദുരവസ്ഥ എന്തെന്നാൽ, അതായത് കഴിഞ്ഞ 2 വർഷമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവരുടെ ആ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ആ തസ്തികയിൽ തന്നെ ജോലി ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. അപ്പോൾ ഈ പറഞ്ഞ ജോലിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് നിങ്ങളുടെ സാമ്പത്തിക മേഖലയും. തീർച്ചയായിട്ടും ഈ സാമ്പത്തിക മേഖലയ്ക്കും ഉണർവുണ്ടാകും.
അതായത് ഗണ്യമായ പുരോഗതി തീർച്ചയായും ഈ നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് ഈ പറഞ്ഞ 3 നക്ഷത്രക്കാരായിട്ടുള്ള പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ചും ഇതിൽ ഈ ഭൂമി കച്ചവടം ചെയ്യാനായി പലവരും ശ്രമിച്ചിട്ടും അത് നടക്കാതിരുന്ന ആളുകൾക്ക് അവർ മനസ്സിൽ ഉദ്ദേശിച്ച വിലയ്ക്ക് ആ ഭൂമി കച്ചവടം നടന്നു കിട്ടും. അതുപോലെ തന്നെ ഈ ബാങ്ക് വായ്പ അതിൻ്റെ തിരിച്ചടവ് മുടങ്ങി ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നവർക്കെല്ലാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിൽ നിന്ന്, അതായത് ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഇതിനുള്ള ധനം ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം മറ്റൊന്നുകൂടി ഗണിതത്തിൽ കാണുന്നുണ്ട്. അതായത് ക്ഷേമനിധി, പെൻഷൻ അല്ലെങ്കിൽ ഈ തൊഴിലില്ലായ്മ വേതനം അല്ലെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള മറ്റ് സഹായ നിധികളെല്ലാം നിങ്ങൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് വന്നു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നാളുകാർക്ക് ഏപ്രിൽ മാസത്തിനോടനുബന്ധിച്ച് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യം വിവാഹം, സന്താനഭാഗ്യം എന്നിവയാണ്. ഈ പറഞ്ഞ സൗഭാഗ്യം തന്നെ നിങ്ങൾക്ക് ഈ വർഷത്തിൽ 2 പ്രാവശ്യം കാണുന്നുണ്ട്. ഒന്ന് ഈ വരുന്ന ഏപ്രിൽ മാസവും മറ്റൊന്ന് നവംബർ മാസം ആദ്യവുമാണ്. ഈ പറഞ്ഞ 2 മാസവും നിങ്ങളെ സംബന്ധിച്ച്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പലവിധ അസൗകര്യങ്ങൾ നിമിത്തം കാലതാമസം ഉണ്ടായിരുന്ന വിവാഹങ്ങളെല്ലാം ഉറപ്പായും നടന്നു കിട്ടുമെന്നത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അത് കാരണം ധനപരമായും ആരോഗ്യപരമായും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കാലം നിങ്ങൾക്ക് അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം ഉറയ്ക്കുകയും അത് അതിശീഘ്രം നടന്നു കിട്ടാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് 100% കണ്ണുമടച്ച് പറയാൻ സാധിക്കും. ഈ ദീർഘകാലമായിട്ട് വിദേശത്ത് തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഒന്നിച്ച് ജോലി ചെയ്യുകയും അതുവഴി വളരെ അടുത്ത ഒരു ആത്മബന്ധം അവിടെ വെച്ച് തന്നെ അത് ഉടലെടുക്കുന്നത് മൂലം അതിനെ തുടർന്നുള്ള വിവാഹവും നടക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇവിടെ ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് നമ്മൾ ഈ ആദ്യം സൂചിപ്പിച്ച 12 അനുജന്മ നക്ഷത്രക്കാരിൽ പെടുന്നവരുമായിരിക്കാം. ഇത് പറയാൻ കാരണം ഈ പറഞ്ഞ 3 നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഇതിപ്പോൾ പൂർണ്ണമായോ ഭാഗികമായിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഈ 12 നക്ഷത്രക്കാരെയും എഫക്റ്റ് ചെയ്യും എന്നതും സംശയമില്ലാത്ത കാര്യമാണ്. മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെ സന്താന ഭാഗ്യത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ ദീർഘകാലമായി ചികിത്സയിലിരുന്ന ദമ്പതികൾക്ക് സൽസന്താന ഭാഗ്യം ഉറപ്പായിട്ടും വന്നു ചേരും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് അവരുടെ സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കാനും അവസരങ്ങൾ വന്നു ചേരും, അതിനുള്ള യോഗവും കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വരുന്ന അടുത്ത 6 മാസത്തിനുള്ളിൽ വിദേശയാത്ര നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതൊരു പക്ഷേ വിദേശത്തുള്ള മക്കൾ അവർ താമസിക്കുന്നിടത്തേക്ക് നിങ്ങൾക്കൊരു വിസിറ്റിംഗ് വിസയിൽ പോകാനുള്ള അവസരങ്ങൾ വന്നു കിട്ടുന്നതാകാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുടെയോ അഭ്യർത്ഥന മാനിച്ച് പോകുന്നതുമാകാം. ഇതെല്ലാം നിങ്ങളുടെ ആ ജീവിത സാഹചര്യം അനുസരിച്ച് തീർച്ചയായിട്ടും വ്യത്യാസം വരും. അങ്ങനെയാണ് ഈ പ്രവചനങ്ങളെ കാണേണ്ടത്. അപ്പോൾ പറഞ്ഞ പോലെ ഈ നക്ഷത്രക്കാർക്ക് ഈ 2025 വർഷത്തിൽ കടന്നു പോകേണ്ടി വരുന്ന പ്രധാന സംഭവങ്ങളിൽ വെച്ച് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബം, ആരോഗ്യം, അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഒരു വേള ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്പം മോശമായത് മൂലം നിങ്ങൾക്ക് ഉടലെടുത്ത മനസ്വസ്ഥത ഇല്ലായ്മ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം അവസാനിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നല്ല സമാധാനം വന്നു ചേരാൻ പോവുകയാണ്. ഇതിൽ പ്രധാനമായും പറയേണ്ടത് അച്ഛനും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളുമായിട്ടുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം വീട്ടിൽ അവസാനിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഗണിതത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞു പോയ 2024 ഡിസംബർ മാസത്തിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഈ 2025 ജനുവരി മാസം പിന്നിടുന്നതോടുകൂടി അത് അല്പാൽപമായി നിങ്ങളിൽ നിന്നും പിൻവാങ്ങി അങ്ങനെ ഇല്ലാതായി പോകും. ഇതിനുദാഹരണമായി പറഞ്ഞാൽ വീട്ടിൽ നിന്നും അമ്മ വെച്ചുണ്ടാക്കി കൊടുക്കുന്ന ആ ഭക്ഷണം കഴിക്കാതെ പുറത്തു പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മക്കൾ വീണ്ടും ആ പഴയ വഴക്കെല്ലാം മറന്ന് തിരികെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങും. അതുപോലെ തന്നെ അതിനെ തുടർന്ന് ഈ മാതാപിതാക്കളോട് സംസാരിക്കാനും അവർ പറയുന്നത് ചെവിക്കൊള്ളാനും സന്മനസ് കാണിക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷം ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ സംജാതമാകും. അതിനുള്ള യോഗം കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ ചെറുപ്പക്കാരായ നിങ്ങളുടെ മക്കൾ മടി കൂടാതെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതും അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വീതം അത് ഉറപ്പായിട്ടും നിങ്ങൾ മാതാപിതാക്കളെ ഏൽപ്പിക്കണമെന്നുള്ള ആ ഒരു ഉൾപ്രേരണ അവർക്ക് ഈ സമയം ഉണ്ടായിത്തീരുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ നിങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് ഈ 2025 വർഷം പറയുകയാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന ചികിത്സകൾ അത് പരിപൂർണ തോതിൽ ഫലം കാണുമെന്ന് ഉറപ്പാണ്. ഒട്ടുമിക്ക മാനസിക ശാരീരിക അസ്വസ്ഥതകളെല്ലാം ഒഴിഞ്ഞു പോകാൻ ഇത് കാരണമായി തീരും.
പ്രത്യേകിച്ചും ഈ ഉദര സംബന്ധമായതും നേത്ര സംബന്ധമായിട്ടും നിങ്ങൾക്കുണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം ഇതിനെ തുടർന്ന് നിശേഷം നിങ്ങളെ വിട്ടുപോകും എന്നാണ് കാണുന്നത്. അതുമാത്രവുമല്ല, ജൂൺ ജൂലൈ മാസങ്ങളിൽ പലവിധ ഔഷധങ്ങളും കഷായങ്ങളും സേവിക്കാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. എന്നാൽ ഇതിൽ ചില ആളുകൾക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ജൂലൈ പകുതിക്ക് ശേഷം, ഈ പകർച്ചവ്യാധികൾ പിടിപെടാതെയുള്ള മുൻകരുതലുകൾ നിങ്ങൾ എടുക്കുന്നത് ഏത് പ്രകാരത്തിലും നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഈ ചില ആളുകൾക്കെന്ന് പറയാൻ കാരണം സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതെ കേടുവന്നതും പഴകിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നവരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഇതിവിടെ ഈ മുൻകരുതലുകൾ പറയാൻ കാരണം ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുന്നത്, ആ വസ്തു പോഷകസമൃദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നത്. എന്തായാലും സ്വാത്വിക ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആരോഗ്യരംഗം തീർച്ചയായിട്ടും കഴിഞ്ഞ 2024 വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നൊരു പുഷ്ടിമയിൽ എത്തിച്ചേരുമെന്നത് ഗണിതത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ദൈവാധീനം ഈ 2025 വർഷപ്രകാരം നോക്കുമ്പോൾ ഏപ്രിൽ, ഓഗസ്റ്റ്, നവംബർ മാസങ്ങളിൽ അത് നിങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിക്കും എന്നാണ് കാണുന്നത്. അതുവഴി മനസ്സിന് നല്ല സമാധാനം കൈവരുന്നതും അത് നിമിത്തം കൂടുതൽ ദൈവിക മാർഗത്തിലേക്ക് തിരിയാനും നിങ്ങൾക്ക് ഉൾപ്രേരണ ഉണ്ടായിത്തീരും, അങ്ങനെയും കാണുന്നുണ്ട്. ഈ പറഞ്ഞത് ഈ പുരാതന പുണ്യ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് വഴിയോ അതിഷ്ടമുള്ള ആളുകളിൽ നിന്ന് ശ്രവിക്കുന്നത് വഴിയോ നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു അത്യാനന്ദം ഉണ്ടായിക്കിട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മാത്രവുമല്ല, ഇതിൻ്റെ ഭാഗമായി വർഷാവസാന തീർത്ഥയാത്രകൾ, അതും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലുള്ള പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനായിട്ടുള്ള യോഗവും നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇനി അവസാനമായി പറയുന്നത് ഈ പൂയ, മഞ്ഞിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ആ 12 അനുജന്മ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രോഹിണി, മകീര്യം, പുണർദം, മകം, ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രാടം, തിരുവോണം, അവിട്ടം, പൂരൂരുട്ടാതി, രേവതി, ഈ 12 നക്ഷത്രക്കാരാണ് നിങ്ങളുടെ അനുജന്മ നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഈ 12 നക്ഷത്രക്കാർക്കും ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരും. ഇതിൽ ഈ ദോഷഫലങ്ങൾ വളരെ കുറച്ചുള്ളൂ, അതുകൊണ്ടാണ് ഈ ഗുണഫലം എന്ന് പ്രത്യേകം എടുത്ത് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 12 നക്ഷത്രക്കാരെയും ഇത് ഭാഗികമായാണെങ്കിൽ പോലും ബാധിക്കുന്നതാണ്. ചില അവസരങ്ങളിൽ പരിപൂർണമായി ബാധിക്കാനും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.